കേരളത്തിലെ എല്ലാ ജില്ലയിലും പോയി അവിടെ എന്തൊക്കെയാണോ ഫേമസ് ഫുഡ് അതൊക്കെ ഞാൻ കഴിക്കാൻ പോവാ. ഇന്ന് തിരുവനന്തപുരത്തെ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഒരുപാട് ഓവർ ഹൈപ്പായിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് വെർത്ത് ആണെന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ മോനെ, ഫസ്റ്റ് വന്നേക്കുന്നത് സംസമ്മിലാണ്. ഇവിടുത്തെ ഷവായിയാണ് അടിപൊളി എന്ന് പറയുന്നത്. കണ്ടോ ഗൈസ്, നാണ്ട കോഴിയെ ആസനത്തിലൂടെ കമ്പ് കയറ്റിയിട്ട് കറക്കുന്നത്. ഇതാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. ബില്ല് നീ എടുത്തോ, നീ കണ്ടോ ശരി ആവശ്യമില്ല. പിന്നെ അറിയാവുന്നവരൊക്കെ ആണെന്ന് തോന്നുന്നു പണ്ടാരെ. എല്ലാവരും മറിഞ്ഞും തിരിഞ്ഞൊക്കെ നോക്കുന്നു. ഒരുപാട് പേര് കമന്റ് ഇട്ടൊരു സാധനമാണ് ഇത്. ഞാൻ മാറിയിരിക്കാം. ഇതാണ് സാധനം. ഇതിന്റെ ഒരു ബീറോ എടുത്തോ. ചെസ് പീസ് തന്നെ ഇട്ട് തന്നേക്കുന്ന മതി കേട്ടോ. നല്ല ക്രീമി സാധനം, ക്രീം. ഓ യാ, കൊള്ളാം കേട്ടോ. ഇത് ഓവറാകല്ലേ ഒരു ഫ്രീ ആയിട്ട് തരത്തില്ല, പൈസ കൊടുത്താൽ ഇത്രയും ഹൈപ്പുള്ള ഈ ഒരു ഷവായ, സംസമ്മിന്റെ ഷവായ കൊള്ളാവോ ഇല്ലയോ നമുക്ക് ഇപ്പൊ അറിയാം. ടേസ്റ്റ് നോക്കാം നമുക്ക്. എന്റെ മോനെ, കൊള്ളാം. സെക്യൂരിറ്റി ഒക്കെ ആറയും സാധനം കൊള്ളാം, ചുമ്മാ അല്ലേ പറയാൻ കേട്ടോ. എടാ നല്ല നല്ല അടിപൊളി സാധനം അല്ലേ. രസമുണ്ട്. കഴിച്ചിട്ടുണ്ടോ? ടേസ്റ്റ് റിവ്യൂ. ഞാൻ കഴിച്ചിട്ടുള്ളത്. റിയാക്ഷൻ പറ, റിയാക്ഷൻ വരട്ടെ. കൊള്ളാം കൊള്ളാം, മുഖത്ത് എക്സ്പ്രഷൻ വരട്ടെ. പിന്നെ ഞാൻ നിന്നെക്കാളും യൂട്യൂബർ ഒന്നല്ല. രസമൊക്കെ കഴിക്കാം. ഇത് എത്ര കൊടുക്കണം നമ്മള്? 10 എത്ര കൊടുക്കണം? 9 കൊടുക്കാം. 10 9 തന്നെ കൊടുക്കാം. ഇവരെ നമ്പര്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ക്രീം ബണ്ണും ചായം കഴിച്ച്. എന്നാ ടേസ്റ്റ് എന്നറിയാം ഇവിടുത്തെ ക്രീം ബണ്ണ്. 25 രൂപ, പക്ഷെ വെർത്ത് ഇറ്റ്. അത് കഴിഞ്ഞ് ഒരുപാട് പേര് കമന്റ് ഇട്ട ഒരു കടയിലേക്ക് ഞങ്ങൾ പോയി. 5 കിലോമീറ്റർ ഇവിടെ നിന്നുള്ളു, പക്ഷെ തിരുവനന്തപുരത്തെ ബ്ലോക്ക് കാരണം 1/2 മണിക്കൂർ എടുത്ത് അവിടം വരെ പോയപ്പോ ഇവിടുത്തെ അമ്പലമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഇത് തമിഴ്നാട് എത്തിയത്. എന്നാ പിടി. വാഴയിലേക്കുണ്ടല്ലോ. വളരെ ഫ്രീ ആണ്. വാഴയില കഴിച്ച് കഴിക്കാം. പ്ലേറ്റ് ഇടുന്നുണ്ട്. പ്ലേറ്റ് ഇടണ്ട. ഇത് 4 5 പൊറോട്ട വെച്ചാൽ അവര് 5 പൊറോട്ടയാ? അറിയത്തില്ല. 1 2 3 4 5 5 4 പൊറോട്ട പറയാൻ പറഞ്ഞ 5 പൊറോട്ട വെച്ചത്. നമ്മൾ യൂട്യൂബറാണ്, അറിഞ്ഞുകൊണ്ടായിരിക്കും വെച്ചത്. അതുകൊണ്ടായിരിക്കും വെച്ചത്. കണക്ക് തെറ്റി ഒരു പെണ്ണോട് ചോദിക്കാൻ വേണോന്ന് ഇടി മേടിച്ചു തരും. അതല്ല, എന്റെ മോനെ മണം കണ്ടോ? മണം കാണാൻ പറ്റത്തില്ല, മണം മണപ്പിക്കാനേ പറ്റത്തുള്ളൂ. ഇവനെ Monday morning blues. I open my eyes and I'm greeted by a cute little smile. പക്ഷെ കളഞ്ഞിട്ടൊക്കെ തിന്നേട്ടാ, ഇല്ലെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്തുള്ള എല്ലാ ബാത്റൂമിലും കയറേണ്ടി. അപ്പൊ നമ്മളിതിന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ആരെങ്കിലും പാലത്തൊക്കെ ചാടിയാ നോക്കാം. അയ്യോ, അടിപൊളി സാധനം. വെറുത്ത് എരി കൂടുതലാ അല്ലേടാ. നാളെ ബാത്റൂമിൽ ചെല്ലുമ്പോ ഇതെല്ലാം നമ്മൾ അറിയും. തിന്നുമ്പോ പറയാനേ. ടേസ്റ്റ് ഉണ്ട്, ബട്ട് അത്ര സ്പെഷ്യലായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിന് 8 മാർക്ക് കൊടുക്കുന്നുള്ളൂ. അടുത്ത പോണ സ്പോട്ടിൽ പാർക്കിംഗ് സ്ഥലവും ഇല്ല, അതുപോലെ തന്നെ നല്ല ബ്ലോക്കുമാണ്. അതുകൊണ്ട് നമ്മൾ നടന്നാണ് പോയത്. ഫുഡിന്റെ കഴിക്കാനായിട്ട് ബോളി മാത്രമേ കിട്ടത്തുള്ളൂ. പായസം വേണമെങ്കിൽ ബോട്ടിൽ മേടിക്കണം. അങ്ങനെ പാലട പായസവും ബോളി കൂടെ മേടിച്ചപ്പോഴത്തേക്കും 250 രൂപയായി. ഞാൻ പായസം മേടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഞാൻ ഒരു തുണിക്കട കണ്ടു. അപ്പൊ ഞാൻ ആലോചിച്ച് എന്റെ കൂട്ടുകാരൻ സബിന് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താലോന്ന്. ചേട്ടാ ചട്ടി എത്ര? ചട്ടി കിത്തന? 65. 1 ചട്ടി 65. ഗൂഗിൾ പേ? ഒരു ചട്ടി എടുത്തോ. ഒരു ചട്ടി വെരി സ്മാൾ. അത് മതി. അത് वीडियो बनाने के लिए एक प्रसन्न है प्रसन्न. അത് മതി. കിത്തന? 50 രൂപ. ഗൈസ്, സബിന് നമ്മൾ ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. സബിന് കൊണ്ട് കൊടുക്കാൻ പോകും നമ്മൾ. ഓക്കെ ബൈ. നിനക്കൊരു സാധനം മേടിച്ചിട്ടുണ്ട്, സ്മാൾ സൈസ് ചട്ടി. ഗൈസ് ഇത് കണ്ടോ ഗൈസ്, അതും ജോക്കിയാണ്, ജാക്കിയാ. സബിന്റെ
അത് നടുക്കാനൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പായസം ബോളി എത്തിയിട്ടുണ്ട്. ഇതൊന്ന് പൊറോട്ട. കാരണം ഇത്രയും വലിയ ബോളി ഇതാണോ നിന്റെ മുടിയുടെ അത്ര ഉള്ള ബോളി? എടാ ഞാൻ മേടിച്ചപ്പോ ചെറുതായിരുന്നടാ. ഒന്ന് കുളിക്കട്ടെ. അങ്ങനെ നീ കുളിക്കായിരുന്നാ? കുളിക്കാൻ വിളിക്കണേ. ഒഴികെ ഇതിനകത്തെന്തോ ഉണ്ട്, ഇതിനകത്തൊരു പൊടിയുണ്ട്. ഇങ്ങനെ ഒരു അണ്ടിപ്പരിപ്പ് ഇങ്ങനെ എടുത്തു കണ്ടിട്ടുണ്ട് ഛർദ്ദിക്കാൻ. അമ്പോ മധുരം 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 വെച്ചാല് അന്യ മധുരം, പക്ഷെ അന്യ ടേസ്റ്റ്. രണ്ടെണ്ണം തിന്നാ ഇരുന്ന് കറങ്ങാം. എനിക്ക് മധുരം അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇത് അടിപൊളി കേട്ടോ. ഐ എം നോട്ട് എ പേഴ്സൺ ഓഫ് പായസം, ബട്ട് ഇഷ്ടമുള്ള സാധനമല്ലേ പായസം എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഓസം. എടാ ചിരിക്കാതെ റേറ്റ് പറയാം ഇതിനുള്ള. ഞാൻ റേറ്റ് ചെയ്തതിന് നൈസാണ്. നീ റേറ്റ് ചെയ്യണ്ട. ഇവൻ തിരുവനന്തപുരംകാരനാ. ഞാൻ തിരുവനന്തപുരം അവൻ്റെ ജില്ല ആയതുകൊണ്ട് ഞാൻ പൊക്കി പറയും, ഞാൻ താത്തി പറയാം. ഇംഗ്ലീഷ് വേണ്ട. ഇംഗ്ലീഷ് പറയുന്നില്ല. 9.5 ഞാൻ കൊടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം, അടിപൊളി സാധനം. പായസം ഇതും കൂടെ കഴിക്കാനുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അടുത്ത നമ്മൾ വന്നേക്കുന്ന ആലങ്കോടിലെ മട്ടൻ കടയിലാണ്. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ വൈറലായതല്ലേ ഇത്. ശരിക്കും ഏതാ ആദ്യത്തെ ആണല്ലേ? രണ്ടിലത്തെ നാണ്ട ആലങ്കോടിലെ മട്ടൻ കട, ആദ്യത്തെ മട്ടൻ കട. ഇവിടെ എഴുതിയേക്കുന്ന ആലങ്കോടിലെ ആദ്യത്തെ മട്ടൻ കട എന്നാണ്. നമ്മുടെ കോഴിയൊക്കെ നമ്മുടെ കെട്ടിത്തൂക്കി കറക്കിയേക്കുന്നു. അപ്പം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതൊരു നോർമൽ പൊറോട്ടയും മട്ടൻ കറിയും അതെനിക്ക് തോന്നിയുള്ളൂ. അതുകൊണ്ട് ഞാൻ 7 out of 10 മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ. കമന്റ് ബോക്സ് ഫുള്ള് സഹാർ അൽ മന്തി എന്ന് പറയുന്നത് എല്ലാവരും. അങ്ങനെ നമ്മൾ താണ്ട സഹാർ അൽ മന്തിയിൽ എത്തിയിട്ടുണ്ട് ആലംകോടിലെ. അപ്പൊ ഇനി മന്തി വെച്ച് നോക്കാം. ഇത്രയും ഹൈപ്പ് ഉണ്ടോണ്ട് അടിപൊളിയായിരിക്കും അല്ലേ? അടിപൊളിയായിരിക്കും. ബാ ലെറ്റ്സ് ഗോ. ഇവിടെ ചിക്കൻ മന്തി മാത്രമേ ഉള്ളൂ. ഇന്ന് ടേസ്റ്റ് ചെയ്യാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ഓവർ എക്സ്പെക്ട് ചെയ്തു. അത്രയും അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു മന്തി ഫ്ലേവറൊന്നും അല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു 8.5 out of 10 കൊടുക്കാം. ഇനിയിപ്പോ ആർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കും എന്നുള്ളതാണ് സംശയം. സംസമ്മിന് കൊടുക്കണോ അതോ മഹാബോളിക്ക് കൊടുക്കണോ? ബോളിയും പായസവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനേക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സംസമ്മിലെ ഷവായിയാണ്. അപ്പൊ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സംസമ്മിലെ ഷവായി. Hey now, honey, I've been driving around in my car.